മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് പാലായി ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന സ്വർണ്ണമാല കവർന്നു. ഭണ്ഡാരം കുത്തിത്തുറന്ന നിലയിലാണ്. നീലേശ്വരം പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? മോഷണത്തിന്റെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? വിനീത, ഇന്ന് രാവിലെ ക്ഷേത്രം പൂജാരി നട തുറക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ മോഷണത്തിന്റെ കാര്യം അറിഞ്ഞു. മോഷണം നടന്നു എന്ന വിവരം അറിഞ്ഞത്. ഈ ശ്രീകോവിലിന്റെ വാതിൽ കുത്തി തുറന്ന് അകത്ത് പ്രവേശിച്ച മോഷ്ടാവ് ഈ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന തിരുവാഭരണം കവർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള 2 ഭണ്ഡാരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭണ്ഡാരങ്ങളും കുത്തി തുറന്ന നിലയിലാണ് കണ്ടെത്തിയത്. പൂജാരി മറ്റ് ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികളൊക്കെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. നിലവിൽ ഈ മോഷ്ടാവിനെ കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ക്ഷേത്രത്തിൽ CCTV ഇല്ല. ക്ഷേത്ര പരിസരത്ത് പക്ഷേ മറ്റ് CCTVകളുണ്ട്. മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ ഒക്കെ CCTVകളുണ്ട്. ഇതൊക്കെ പോലീസ് ശേഖരിച്ചു വരികയാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം തുടരുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്.